നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സീതാ ദർശനത്തിന് ശേഷം ലങ്കയിൽ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഹനുമാനെ മേഘനാഥൻ ബന്ധിച്ച് രാവണ സഭയിൽ ഹാജരാക്കുന്നു. ഒരു ദൂതന് ബഹുമാനം കൊടുക്കണം എന്ന ഉപദേശങ്ങളൊന്നും വകവയ്ക്കാതെ ഹനുമാന്റെ വാലിൽ രാവണൻ തീ കൊളുത്തുന്നു. എന്നാൽ ആ തീ കൊണ്ട് ഹനുമാൻ ലങ്കയിൽ തീ പടർത്തുന്നു. ഹനുമാന്റെ ലീലകളാണ് ഇന്ന് നമ്മുടെ കാതുകളെ പുണ്യമണിയിക്കുന്നത്. കേൾക്കാം. വദനമപി കരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിനു ഝടിതി വസനേന വാൽവേഷ്ടിച്ചു വന്നി കൊളുത്തി പുറത്തിലെല്ലാടവും രജനിചര പരിവൃഢരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുകിൽ. കുലഹതകനിവനറിക നിസ്തേജനെന്നു തൽക്കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപികുലം. തിലരസഘൃതാദി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതെരച്ചുറ്റും ദശാന്തരേ അതുലബലനചലതരമവിടെ മരുവീടിനാൻ അത്യായത സ്ഥൂലമായിതു വാൽ തദാ. വസനഗണമഖിലവുമൊടുങ്ങി ചമഞ്ഞിതു വാലും അതീവ ശേഷിച്ചിതു പിന്നെയും. നിഖില നിലയന നിഹിത പട്ടാംബരങ്ങളും നീളത്തിരഞ്ഞു കൊണ്ടുവന്നു ചുറ്റിയിടിനാർ. അതുമുടനൊടുങ്ങി വാൽ ശേഷിച്ചു കണ്ടളവാങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ. തിലജഘൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യപട്ടാംശുകജാലവും ചുറ്റിനാർ. വികൃതി പെരുതിവനു വസനങ്ങളിലൊന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങീതശേഷവും. അലമലം ഇതമലനിവനെത്രയും ദിവ്യൻ ഇതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ. അനലമിഹ വസനം ഇതിനനലമിനി വാലധിക്യാശു കൊളുത്തുവിൻ വൈകരുതേതുമേ. പുനരവരുമതു പൊഴുതു തീ കൊളുത്തിയിടിനാർ. പുച്ഛാഗ്രദേശി പുരന്ദരാരാതികൾ ബലസഹിതമബലമിവ രജ്ജുഖണ്ഡം കൊണ്ടു ബദ്ധ്വാ ദൃഢതരം ധൃത്വാ കപിവരം. കിതവമതികളുമിതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാ രവമരം ഗത്വാ പുരവരം. പറകളെയുമുടനുടനറിഞ്ഞറിഞ്ഞങ്ങനെ പശ്ചിമദ്വാരദേശേ ചെന്നനന്തരം പവനജനുമതി കൃശരീരനായിടിനാൻ. പാശവുമപ്പോൾ ശിഥിലമായി വന്നിതു. ബലമുടവനതി ചപലമചല നിഭഗാത്രനായി ബന്ധവും
വേർപെട്ടു മേൽപോട്ടു പൊങ്ങിനാൻ. ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ. വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയൊടുരസുമടമുയരുമിയലുന്ന രത്നോത്തുംഗ സൗധാഗ്രമേറി മറുവീടിനാൻ. ഉദവസിത നികരമുടനുടനുപരിവേഗമോടുൽപ്ലുത്യ പിന്നെയും ഉൽപ്ലുത്യ സത്വരം കനകമണിമയ നിലയം അഖിലമനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും. പ്രകൃതി ചപലതയുടവനചലമോരോ മണിപ്രാസാദജാലങ്ങൾ ചുട്ടു തുടങ്ങിനാൻ. ഗജതുരഗരഥബലപദാതികൾ പങ്ക്തിയും ഗമ്യങ്ങളായുള്ള രമ്യഹർമ്മ്യങ്ങളും അനലശിഖകളും അനിലസുത ഹൃദയവും തെളിഞ്ഞാഹന്ത വിഷ്ണുപദം ഗമിച്ചു തദാ. വിബുധപതിയൊടു നിശിചരാലയം വെന്തോരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമികാധിയ പാവക ജ്വാലകൾ അമ്പരത്തോളമുയർന്നു ചെന്നു മുദാ. ഭുവനതലഗത വിമല ദിവ്യരത്നങ്ങളാൽ ഭൂതി പരിപൂർണമായുള്ള ലങ്കയും പുനരനിലസുതനിധി ദഹിപ്പിച്ചിതെങ്കിലും ഭൂതി പരിപൂർണമായി വന്നിതദ്ഭുതം. ദശവദന സഹജ ഗൃഹമെന്നിയേ മറ്റുള്ള ദേവാരിഗേഹങ്ങൾ വെന്തുകൂടി ജവം. രഘുകുലപതി പ്രിയഭൃത്യനാം മാരുതി രക്ഷിച്ചുകൊണ്ടാൻ വിഭീഷണ മന്ദിരം. കനകമണിമയ നിലയ നികരമതു വെന്തോരോ കാമിനി വർഗം വിലാപം തുടങ്ങിനാർ. വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തികളും അഹങ്കാരവും അമിത ആത്മവിശ്വാസവുമെല്ലാം നാശത്തിലേക്ക് നയിക്കും. മറ്റുള്ളവരെല്ലാം നമ്മളെക്കാൾ ചെറുതാണെന്ന് ധരിക്കരുത്. ലങ്കാദഹനം നമുക്ക് നൽകുന്ന പാഠമെന്ത്? നമുക്ക് കേൾക്കാം. സീതാദേവിയെ കണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ വൃത്താന്തമൊക്കെ അറിയിച്ച ഹനുമാൻ സ്വാമി ഭഗവാന്റെ കാര്യം എന്താണോ തന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് പൂർത്തിയാക്കി. അപ്പോൾ യഥാർത്ഥ ദൂതൻ്റെ ലക്ഷണം തൻ്റെ സ്വാമിയുടെ കാര്യം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി തൻ്റെ സ്വാമിയുടെ കീർത്തി വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. അപ്പോൾ ഹനുമാൻ സ്വാമി വിചാരിച്ചു, ഏതായാലും രാവണനെ നേരിട്ട് കാണാം, ഇങ്ങനൊരാൾ വന്നിട്ടുണ്ടെന്ന് അറിയിക്കാം, ഭഗവാന്റെ വൃത്താന്തങ്ങളൊക്കെ പറയാം, ഭഗവാന്റെ മഹിമ പറയാം, അയാൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് രാവണൻ്റെ സന്നിധിയിലേക്ക് എത്താൻ എന്താ മാർഗം എന്ന് ചിന്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ഉപായം വന്നു. രാവണൻ്റെ സൈനികരെയൊക്കെ വധിക്കുക, രാവണൻ്റെ ലങ്ക, ഈ അശോകവനിക അതാദ്യം നശിപ്പിക്കുക. അപ്പോൾ സൈനികർ തന്നെ പിടിച്ചു കെട്ടാൻ വരും, അവരെ വധിക്കുക, അവസാനം രാവണൻ്റെ അടുത്ത് തന്നെ എത്താം. ഹനുമാൻ സ്വാമി ആ കാര്യം ചെയ്തു. അശോകവനിക തച്ച് തകർത്തു. സൈനികർ വന്നു, അവരെ വധിച്ചു, ആട്ടി ഓടിച്ചു. സൈന്യാധിപന്മാർ വരുന്നുണ്ട്, മന്ത്രിപുത്രന്മാർ വരുന്നുണ്ട്, രാവണൻ്റെ മകൻ അക്ഷകുമാരൻ വരുന്നുണ്ട്, അവരെയൊക്കെ വധിച്ചു. അവസാനം മേഘനാഥൻ തന്നെ വന്നു. ഹനുമാൻ സ്വാമി ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ചിട്ട് ആ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ബന്ധനത്തിന് വിധേയനായി നിന്നുകൊടുത്ത് രാവണൻ്റെ സന്നിധിയിലെത്തി. ആ സന്നിധിയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മഹിമ മുഴുവൻ ഒന്നൊഴിയാണ്ട് വിളിച്ചു പറഞ്ഞു. രാവണന് ധർമ്മോപദേശം ചെയ്തു കൊടുത്തു. ഇതൊക്കെ കണ്ടപ്പോൾ രാവണൻ ആകെ ക്രുദ്ധനായി. ഒരു വാനരൻ എന്നോട് ധർമ്മോപദേശം ചെയ്യാൻ വളർന്നു എന്ന് ചിന്തിച്ചിട്ട് രാവണൻ പറഞ്ഞു, ഇവനെ അങ്ങ് വധിക്കാം.
ഇപ്പോഴും തന്നെ വധിക്കണം എന്ന് ഉത്തരവിട്ടു. അപ്പോഴാണ് അടുത്ത് നിന്ന് വിഭീഷണൻ പറഞ്ഞത്, ദൂതന്മാരെ വധിക്കുന്നത് രാജാക്കന്മാർക്ക് ശോഭനീയമല്ല. ഊക്കുള്ള രാജാക്കന്മാർ, ധാർമ്മികരായിട്ടുള്ള രാജാക്കന്മാർ ദൂതന്മാരെ ഒരിക്കലും വധിക്കാറില്ല. ഈ കാര്യം രാവണൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ദൂതനെ വധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിട്ടുള്ള ശാപമാണ് ദൂതൻ നിമിത്തം സർവനാശം എന്നുള്ളത്. അവസാനം ഒരു ദൂതൻ, രാമദൂതൻ, സാക്ഷാൽ ഹനുമാൻ സ്വാമി നേരിട്ട് വന്ന് ലങ്കയെ നശിപ്പിക്കുക. ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചെയ്തികൾ. അത് നമ്മളെ പിന്തുടരും എന്ന് പറയുന്നതിൻ്റെ കാര്യം. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ഏതായാലും ഒരു അടയാളം കൊടുത്തുവിടൂ. രാവണൻ ആലോചിച്ചിട്ട് തീരുമാനിച്ചു, വാനരന്മാരുടെ ശൗര്യം അവരുടെ വാലിലാണ്. വാലില്ലാത്ത വാനരനെ കൂട്ടത്തു നിന്ന് തന്നെ പുറത്താക്കും. അതുകൊണ്ട് ഇവൻ്റെ വാലിന് തീ കൊടുക്കാം. വാലിന് തീ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവന്നു. ധാരാളം പട്ട് കൊണ്ടുവന്നു. ആ പട്ട് മുക്കാൻ ആവശ്യമായിട്ടുള്ള തൈലം, എണ്ണ അത് കൊണ്ടുവന്നു. ഇവർ ചുറ്റി തുടങ്ങിയപ്പോൾ കാണുന്ന കാര്യം, ഹനുമാൻ സ്വാമിയുടെ വാല് ഈ പട്ടുതുണികൾ ചുറ്റുന്നതിനനുസരിച്ച് വലുതാകുക. അവസാനം ആ കൊട്ടാരത്തിലുള്ള എല്ലാ പട്ടുതുണികളും കൊണ്ടുവന്നു. കാര്യമില്ല, വാല് ശേഷിക്കുന്നുണ്ട്. തൈലം തീരാറായി. എന്താ ചെയ്യുക? അസുരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങി, ഇവൻ ദിവ്യനാണ്, സാധാരണക്കാരനല്ല. രാവണൻ എന്തിനാ ഇങ്ങനൊരു അവിവേകം തോന്നിയത്? ആ സീതാദേവി അപഹരിച്ചത് കൊണ്ടാണല്ലോ ഇവൻ വന്നത്. സീതയെ കാണാൻ വേണ്ടി വന്നതാണല്ലോ. രാവണൻ എന്തിനാണ് ഇങ്ങനൊരു അവിവേകം തോന്നിയത്? സർവനാശത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം എന്തിനാണ് രാവണൻ ചെയ്തതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തുടങ്ങി. അവസാനം ഹനുമാൻ സ്വാമി തീ കൊടുക്കാൻ നിന്നു കൊടുത്തു. ഈ രാക്ഷസന്മാർ ഹനുമാൻ സ്വാമിയെ കെട്ടി, കയറുകൊണ്ട് കെട്ടി പുരത്തിലെല്ലായിടവും നടത്തിയിട്ട് പറയുകയാണ്, രാത്രിയിൽ വന്ന കള്ളനാണ്. അവസാനം ഹനുമാൻ സ്വാമി കൃശശരീരനായി, ശരീരത്തിൻ്റെ വലിപ്പം കുറച്ചു. ഇപ്പോൾ കയറുകൊണ്ടുള്ള കെട്ട് അങ്ങ് അഴിഞ്ഞു. ആ സമയത്ത് ഹനുമാൻ സ്വാമി ഉയർന്നു പൊങ്ങി ചരമഗിരിയിൽ കയറി നിന്നു. എന്നിട്ട് രാവണൻ്റെ ദിവ്യഹർമ്മ്യങ്ങൾ ഓരോന്നായിട്ട് തേടി പിടിച്ച് കത്തിക്കാൻ തുടങ്ങി. ലങ്ക മുഴുവൻ ചുട്ടു പൊട്ടിക്കാൻ തുടങ്ങി. അഗ്നിദേവനാണെങ്കിൽ ഒരു സദ്യ കിട്ടിയ സന്തോഷമാണ്. ദേവാരിയുടെ ഗേഹം ഓരോന്നായിട്ട് ചുട്ടു പൊട്ടിക്കാൻ കിട്ടിയിട്ടുള്ള അവസരം അഗ്നിദേവൻ നന്നായിട്ട് ഉപയോഗിച്ചു. അഗ്നിയുടെ ജ്വാലകൾ ഓരോന്നും ആഹ്ലാദത്തിൽ ഞാനാദ്യം എന്ന് പറഞ്ഞിട്ട് ആ ലങ്ക ചുട്ടു പൊട്ടിക്കാൻ നിൽക്കുക. എഴുത്തച്ഛൻ പറയുന്നത് അമ്പരത്തോളം ഉയർന്നു പൊങ്ങി എന്നാണ്. അഗ്നിയുടെ ജ്വാലകൾ ആകാശത്തോളം ഉയർന്നു പൊങ്ങി. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുക, ദേവേന്ദ്രനോട് ഈ ലങ്ക കത്തിക്കരിഞ്ഞിട്ടുള്ള വിവരം, ലങ്ക ഭസ്മമായിട്ടുള്ള വിവരം പറയാൻ വേണ്ടിയിട്ട് ഓരോ അഗ്നിജ്വാലകളും തമ്മിൽ മത്സരിക്കുക. ഞാനാദ്യം പോയി പറയും എന്ന് പറഞ്ഞിട്ട് എഴുത്തച്ഛൻ അവിടെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രയോഗം നടത്തുന്നുണ്ട്. ഭൂമിയിലുള്ള സകലമാന വിലപ്പെട്ടിട്ടുള്ള രത്നങ്ങൾ, സ്വർണം ഇത്യാദികൾ കൊണ്ട് ഭൂതി പരിപൂർണമായിട്ടുള്ള ലങ്ക, ഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം, എല്ലാ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രമാണ് ലങ്ക. ഹനുമാൻ സ്വാമി വന്ന് ലങ്ക ചുട്ടു പൊട്ടിച്ചതിന് ശേഷം വീണ്ടും ഭൂതി പരിപൂർണമായി തന്നെ ശേഷിച്ചു. എന്താ കാര്യം? രണ്ടാമത്തെ ഭൂതി വിഭൂതിയാണ്, ഭസ്മം. അവസാനം ഈ കൂട്ടത്തിൽ ഒരാളുടെ ഗൃഹം മാത്രം ശേഷിച്ചു, വിഭീഷണൻ്റെ ഗൃഹം. എന്നിട്ട് സീതാദേവി ഒന്നുകൂടി കണ്ട് ആ വാലിലുള്ള അഗ്നി തച്ച് കെടുത്തി, സാഗരത്തിൽ പോയിട്ട് കെടുത്തി. എന്നിട്ട് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് ഹനുമാൻ സ്വാമിക്ക് അഗ്നിയാൽ യാതൊരു വിധത്തിലും പീഡയുണ്ടായിട്ടില്ല. കാരണം പിതാവിൻ്റെ സുഹൃത്താണ് അഗ്നി, വായുവിൻ്റെ സുഹൃത്താണ്. ദേവിയുടെ പ്രാർത്ഥന, ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദൂതൻ, ഇതുകൊണ്ടൊന്നും അഗ്നി ഹനുമാൻ സ്വാമിയെ ചുട്ടില്ല. അങ്ങനെയുള്ള സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയെ, അദ്ദേഹത്തിൻ്റെ ദൂതൻ, പരമഭക്തനായിട്ട് ഹനുമാൻ സ്വാമിയെ സാഷ്ടാംഗം പ്രണമിച്ച് ഇന്നത്തെ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ രാമകഥാമൃതം കുംഭകർണന്റെ ഭക്തിയെക്കുറിച്ചാണ്. കേൾക്കാം. കുംഭകർണൻ എന്ന് വിളിക്കപ്പെടുന്ന രാമായണ കഥാപാത്രത്തെ കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ രൂപവും അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയൊക്കെ എങ്ങനെയായിരുന്നു എന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. എന്നാൽ അദ്ദേഹം രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏട് തന്നെയാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് രാമായണം ചിന്തിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നമ്മൾ അനുസ്മരിക്കുന്നത് രാമരാവണ യുദ്ധത്തിലെ കുംഭകർണൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ മോക്ഷമാണ്. ആരാണ് യഥാർത്ഥത്തിൽ ഈ കുംഭകർണൻ? അദ്ദേഹം രാവണൻ്റെ അനുജനാണ് എന്ന് നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം ആരായിരുന്നു? അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പോകേണ്ടത് ലങ്കയിലേക്കല്ല, മറിച്ച് വൈകുണ്ഠത്തിലേക്കാണ്. വൈകുണ്ഠത്തിൽ ഭഗവാൻ നാരായണന് 2 കാവൽക്കാരുണ്ടായിരുന്നു. ഒരാളുടെ പേര് ജയൻ, ഒരാളുടെ പേര് വിജയൻ. അവർക്ക് ചില സമയത്തൊക്കെ തോന്നും, എല്ലാവർക്കും കാവൽ നിൽക്കണ ഭഗവാന് നമ്മളാണല്ലോ കാവൽ നിൽക്കുന്നത്. ഭഗവാൻ നമ്മളും താഴെയാണെന്നാണ് അതിൻ്റെ സങ്കല്പം. കുറച്ച് അഹങ്കാരം അവർക്ക് ഇല്ലായ്ക ഉണ്ടായിരുന്നില്ല. അത്രയധികം നല്ല ആൾക്കാരൊന്നും ആയിരുന്നില്ല. ഭഗവാന്റെ അടുത്ത് താമസിക്കാൻ പറ്റിയിട്ടും ചില ആളുകൾ അങ്ങനെയാണ്, നല്ല ബുദ്ധി ഉണ്ടാവില്ല. അങ്ങനെ അവർ കാവൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ
സനകാദി മുനിമാർ ഭഗവാനെ കാണാൻ വേണ്ടി വന്നു. അവർ കുട്ടികളാണ്, കുഞ്ഞു പിള്ളേരാണ്. അവർ വസ്ത്രം ഉപയോഗിക്കില്ല. അപ്പോൾ ഇവർ ഈ കാവൽ നിൽക്കുന്ന സമയത്ത് കുറേ കുട്ടികൾ വസ്ത്രം എടുക്കാതെ വൈകുണ്ഠത്തിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഈ ജയനും വിജയനും ഈ കുട്ടികളെ തടഞ്ഞു. നിങ്ങൾക്കൊന്നും ദേഹാഭിമാനം ഇല്ലേ കുട്ടികളെ? ഒരാളെ കാണാൻ ഇങ്ങനെയാണോ വരിക? അദ്ദേഹം എന്ന് പറഞ്ഞാൽ നാരായണനാണ്. നിങ്ങളിങ്ങനെ വസ്ത്രം കൊടുക്കാതെ അദ്ദേഹത്തിന് മുമ്പ് പോയി കഴിഞ്ഞാൽ എത്ര മോശമാണ്. പോയി വസ്ത്രം എടുത്തിട്ട് വരൂ, ഇങ്ങനെ നടക്കാൻ നാണല്ലേ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തെ കൂടെ അപമാനിച്ചു. അവർ സനകാദി മുനികളാണ്, അവർക്ക് ദേഹാഭിമാനം ഇല്ല, അവർക്ക് കാണുന്നതൊക്കെ ബ്രഹ്മാണ്. അത് ആരാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഈ കാവൽക്കാർക്ക് ഇല്ലാതായി പോയി. എന്തായാലും അവർക്കും തോന്നി ഭഗവാന്റെ കാവൽക്കാരായിട്ട് ഭഗവാന്റെ തൊട്ടടുത്ത് താമസിക്കാൻ അവസരം കിട്ടിയിട്ട് ദുർബുദ്ധിയാണല്ലോ രണ്ടെണ്ണത്തിനുള്ളത്. എന്നാൽ ഈ സ്ഥാനം ഇനി നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. ഈ വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുപോലെ കാണേണ്ട ആൾക്കാരാ ഇവിടേക്ക് വരേണ്ടത്. നിങ്ങൾക്ക് ഭേദബുദ്ധിയുണ്ട്, അതുകൊണ്ട് 3 ജന്മം അസുരന്മാരായിട്ട് പോയിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അങ്ങനെ ഈ ശാപം കിട്ടിയ ജയനും വിജയനുമാണ് ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് ജനിക്കുന്നത്. രണ്ടാമത്തെ ജന്മത്തിൽ രാവണനും കുംഭകർണനുമായിട്ട് ജനിക്കുന്നത്. ഒരു ജന്മം കൂടി അവർക്കുണ്ടായിരുന്നു, കൃഷ്ണാവതാര സമയത്ത് ശിശുപാലനും ദന്തവക്ത്രനുമായിട്ട് ജനിക്കുന്നത്. അങ്ങനെയാണ് കുംഭകർണന്റെ ജനനം ഉണ്ടാവുന്നത്. വിശ്രവസ് എന്ന് പറയുന്ന മഹർഷിക്ക് കൈകസിയിൽ ഉണ്ടായിട്ടുള്ള രണ്ടാമത്തെ കുട്ടി. ആ കുട്ടിയും തൻ്റെ ഏട്ടനെ പോലെ തപസ് ചെയ്തിട്ടുണ്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അദ്ദേഹം നേടിയ വരാണ് ബഹുരസം. അദ്ദേഹത്തിന് ബ്രഹ്മാവിനെ മുമ്പ് കണ്ടപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് പെട്ടെന്ന് തോന്നിയില്ല. അദ്ദേഹത്തിന് തോന്നി ഈ ദേവന്മാരില്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നിർദേവത്വം വേണം എന്നാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ സരസ്വതി ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അദ്ദേഹം ചോദിച്ചത് നിദ്രാത്വം വേണമെന്നാണ്. വെച്ചാൽ സദാസമയവും ഉറങ്ങാൻ പറ്റണം. ബ്രഹ്മാവാണെങ്കിൽ കേട്ട പാതി കേൾക്കാത്ത പാതി, ഇയാളെ കൊണ്ട് ഇനിയൊരു അപകടം ഉണ്ടാവണ്ടെന്ന് കരുതി അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. ആ സമയത്താണ് അദ്ദേഹത്തിന് ബോധം വന്നത്, ചോദിച്ചത് മാറിപ്പോയി എന്ന്. ഒരു ചാൻസ് കൂടെ നമ്മൾ ചോദിക്കാറില്ലേ, അതുപോലെ അദ്ദേഹം ചോദിച്ചു. അതുകൊണ്ട് പാവം ബ്രഹ്മാവ് കുറേയൊക്കെ വിഷമമൊക്കെ കണ്ടു പറഞ്ഞു, ജീവിതത്തിൽ പകുതി സമയം വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ 6 മാസം ഒരു വർഷത്തിൽ താൻ ഉറങ്ങുകയായിരിക്കും, 6 മാസം തനിക്ക് എണീറ്റിരിക്കുക. ഇങ്ങനെയായിരുന്നു കുംഭകർണന്റെ ജീവിതം. രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണനെ സഹായിക്കാനായി കുംഭകർണൻ പോകുന്നുണ്ട് യുദ്ധമുഖത്തേക്ക്. അദ്ദേഹം വലിയ നാശമാണ് വാനരസേനയ്ക്ക് വരുത്തിയിട്ടുള്ളത്. മഹാവീരനായിരുന്നു. അദ്ദേഹത്തെ ഭഗവാൻ വധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്, ഈ കുംഭകർണനെ ഉണർത്താനായിട്ട് വാനര സൈന്യത്തിനെ തകർക്കാനായി കുംഭകർണൻ വേണം എന്ന് ബോധ്യം വന്ന രാവണൻ പല മാർഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നതും തൻ്റെ അസുര സൈന്യത്തെ ഉപയോഗിച്ച് കുംഭകർണനെ ഉണർത്താൻ ശ്രമിക്കുന്നതൊക്കെ തമാശയായിട്ട് നമ്മൾ കാണുമ്പോൾ പലപ്പോഴും ഒരു കോമാളിയായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് പലരുടെയും മനസ്സിൽ ഈ കുംഭകർണനുള്ളത്. എപ്പോഴും കഴിക്കുക, എപ്പോഴും ഉറങ്ങുക, അങ്ങനെ ഒരാൾ. ദയവായിട്ട് അദ്ദേഹത്തെ അങ്ങനെ കാണരുത്. അദ്ദേഹത്തിന് ധർമ്മബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രാവണനെ ഉപദേശിക്കുന്നത് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം കൃത്യമായിട്ട് രാവണന് എന്താണ് ധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യുദ്ധത്തിൽ അങ്ങ് എടുത്തിട്ടുള്ള ഈ തീരുമാനങ്ങളൊന്നും ശരിയായിട്ടില്ല, വിഭീഷണനെ ഇവിടുന്ന് പറഞ്ഞയക്കാനേ പാടില്ലായിരുന്നു എന്നുള്ള നിലപാടൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇത്രയൊക്കെ ധർമ്മം പറഞ്ഞാലും എൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങയെ സഹായിക്കുകയാണ്. അങ്ങ് എൻ്റെ സഹോദരനാണ്, ഏട്ടൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അനിയൻ്റെ ധർമ്മം. അതുകൊണ്ട് അങ്ങയുടെ ആജ്ഞയെ ശിരസാ വഹിച്ചുകൊണ്ട് ഞാൻ ഇതാ യുദ്ധത്തിന് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ രാമരാവണ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹം ആയുധങ്ങളൊന്നും അല്ലാതെ ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം വലിയ പൈൻ മരത്തടികൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു വാനര സൈന്യത്തെ എന്നാണ്. വലിയ നാശം അദ്ദേഹം വരുത്തി വാനര സൈന്യത്തിന്. ആ സമയത്ത് വിഭീഷണൻ കൃത്യമായിട്ട് ഭഗവാനോട് പറയുന്നുണ്ട്, ഭഗവാനെ, ഇദ്ദേഹത്തെ ഇങ്ങനെ കുറേ സമയം നമ്മുടെ സൈന്യത്തിനിടയിൽ നിർത്തി കഴിഞ്ഞാൽ നമുക്കത് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ നിഗ്രഹിക്കണം എന്നുള്ളൊരു ഭാവം. അത് അദ്ദേഹം സ്വന്തം സഹോദരനായതുകൊണ്ട് എടുത്തു പറയണില്ലെങ്കിൽ പോലും അതാണ് വിഭീഷണൻ ഉദ്ദേശിച്ചതെന്ന് ഭഗവാൻ മനസ്സിലാവുന്നു. ആദ്യം കുംഭകർണന്റെ 2 ദീർഘങ്ങളായിട്ടുള്ള കരങ്ങളെ ഭഗവാൻ ഛേദിച്ചു എന്നാണ്. 2 കൈകളും നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്ന സമയത്ത്, കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഭഗവാൻ ഏറ്റവും വിശുദ്ധമായിട്ടുള്ളൊരു അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ കുംഭകർണനെ കാലപുരിയിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെയാണ് കുംഭകർണന്റെ മോക്ഷം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഭഗവാൻ ചെയ്തത് ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള രാവണനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോൾ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കാവൽക്കാരനായിട്ടുള്ള ജയനെ ഭഗവാൻ ഈ ജന്മത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നുമാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ രാമബാണം കൊണ്ട് കുംഭകർണൻ ഉണ്ടായിട്ടുള്ളതും മോക്ഷം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. രാമരാവണ യുദ്ധത്തിൻ്റെ അടുത്ത കഥകളിലേക്ക് വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് കടന്നു ചെല്ലാം. എല്ലാവർക്കും നന്ദി, നമസ്തേ.
ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ദശരഥ ഭവൻ. അയോധ്യയിലെ രാം മന്ദിറിൽ നിന്ന് 700 മീറ്റർ അകലെ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ മന്ദിരമാണ് ദശരഥ ഭവൻ. രാമക്ഷേത്ര ദർശനം നടത്തുന്ന ഭക്തർക്ക് നടന്നെത്താവുന്ന ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ആരാധനാ സ്ഥാനത്താണ് ദശരഥന്റെ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു രാജകൊട്ടാരത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ശൈലികൾ സമന്വയിപ്പിച്ച് നിർമ്മിച്ച ഈ മന്ദിരത്തിലാണ് രാമലക്ഷ്മണന്മാർ കുട്ടിക്കാലത്ത് വളർന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. പെയിന്റിങ്ങുകളും ശില്പവേലകളും കൊണ്ട് ധന്യമാക്കിയ കമാനം കടന്നാൽ ദശരഥ ഭവനമായി. കൊട്ടാരത്തിന്റെ മധ്യഭാഗത്തായി വിശാലമായൊരു മുറ്റമുണ്ട്. ഭക്തർക്ക് ഒത്തുകൂടാനും ഭജനയും കീർത്തനങ്ങളും ആലപിക്കാനും സൗകര്യപ്രദമായ സ്ഥലമാണിത്. മന്ദിരത്തിനു മുകളിൽ തികച്ചും രാജകീയമായ താഴികക്കുടങ്ങൾ നമുക്ക് ദർശിക്കാം. ഒരു കൊട്ടാരത്തിനുള്ളിലെ ഒരു ആരാധനാസ്ഥാനം എന്ന നിലയിലാണ് ശ്രീകോവിലിന്റെ ഘടന. ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ പ്രതിഷ്ഠകൾ കാണാം. ശ്രീരാമന്റെ ഇടതുഭാഗത്ത് സീതാദേവിയും വലതുഭാഗത്ത് ലക്ഷ്മണനും സമീപത്തായി ഭരത ശത്രുഘ്നന്മാരും നിൽക്കുന്ന രീതിയിലുള്ള ഈ പ്രതിഷ്ഠ വനവാസത്തിനു മുമ്പ് കൊട്ടാരത്തിൽ ഏവരും സസന്തോഷം കഴിഞ്ഞ നാളുകളെ ഓർമ്മപ്പെടുത്തുന്നു. രാമനവമിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ദീപപുഷ്പാദികളാൽ അലങ്കൃതമായ ഈ കൊട്ടാരത്തിലേക്ക് ഉത്സവകാലത്ത് സരയൂ സ്നാനം കഴിഞ്ഞ് ഭക്തർ എത്തി പ്രാർത്ഥന നടത്തുന്നു. രാവിലെയും വൈകുന്നേരവും നടക്കുന്ന പ്രതിദിന ആരാധന, അഖണ്ഡ രാമായണ പാരായണം, ദശരഥനായുള്ള പിതൃതർപ്പണം എന്നിങ്ങനെ നിരവധി ആരാധനാ സമ്പ്രദായങ്ങൾ ഇവിടെ അനുഷ്ഠിച്ചു വരുന്നു. മനസ്സിന് ശാന്തത പകരാൻ കഴിവുള്ള ഭക്തിനിർഭരമായ ഇത്തരം വിശ്വാസങ്ങൾ ഹൈന്ദവ സംസ്കൃതിക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. അതെ, അയോധ്യ ചരിത്രാതീത കാലത്തു നിന്നും ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് സുവർണലിപിയിൽ പകർത്തിയെഴുതിയ അധ്യായമാണ്. ഒരു രാമരാജ്യത്തിൻ്റെ സ്മരണ, മറ്റൊരു രാമരാജ്യത്തിൻ്റെ പ്രതീക്ഷ. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.